സ്വകാര്യ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. 7 മൈലിലെ സ്വകാര്യ സ്കൂളിൽ വൻ ഭക്ഷ്യവിഷബാധ. 30-ലധികം വിദ്യാർത്ഥികളെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂളിലെ ജലവിതരണ പമ്പ് തകരാറിലായതിനെ തുടർന്ന് പുറത്തുനിന്ന് കുടിവെള്ളം എത്തിക്കാൻ ഒരു കരാറുകാരനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ വെള്ളം ഉപയോഗിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. പാറമടയിലെ വെള്ളമെന്നാണ് പരാതി. ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. അധികൃതർ വിതരണം ചെയ്തത് മലിനമായ പാറമടയിൽ നിന്നുള്ള വെള്ളമാണെന്ന് പരക്കെ ആക്ഷേപമുയർന്നിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി പരിശോധന നടത്തി. വിതരണം ചെയ്ത കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വന്ന ശേഷമേ കൃത്യമായ ഉറവിടവും മലിനീകരണത്തിന്റെ കാരണവും വ്യക്തമാകൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മകളുടെ മുന്നിൽ വെച്ച ഭാര്യയെ കഴുത്തറുത്തു കൊന്നു. പ്രതിയായ സുരേഷ് ചിദംബരത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ. മണ്ണന്തലയിൽ ഭാര്യ ഹസീനയെ മക്കളുടെ മുന്നിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് സുരേഷിനെ തമിഴ്നാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിദംബരം റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച നിലയിലാണ് സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിവരികയായിരുന്നു. തന്റെ മൊബൈൽ ഫോൺ കിള്ളിപ്പാലത്ത് ഉപേക്ഷിച്ച ശേഷം കാർ ബാലരാമപുരത്ത് ഇട്ടിട്ടാണ് സുരേഷ് ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലേക്ക് കടന്നതെന്ന് പോലീസ് അറിയിച്ചു. നാലാഞ്ചിറ മടത്തുനടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹസീന ബുധനാഴ്ച പുലർച്ചെ 5:45 ക്രൂരമായി കൊല്ലപ്പെട്ടത്. മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വ്യാജ വാർത്തയിൽ DGPക്ക് പരാതി. അംഗനവാടിയിൽ ബിർനാണി ചോദിച്ച് വൈറലായ ശംഖു എന്ന കുട്ടിയെ അംഗനവാടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ DGPക്ക് പരാതി നൽകി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഓഫീസ്. മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെയാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണയെ ട്രോളിയാൽ ശംഖുവിനെ സസ്പെൻഡ് ചെയ്തെന്നാണ് വ്യാജ വാർത്തയിൽ പറയുന്നത്. മുഖ്യമന്ത്രി സസ്പെൻഷന് ശുപാർശ ചെയ്യുന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്വക്കേറ്റ് ത്രിദീപ് കുമാർ DGPക്ക് പരാതി നൽകിയത്. വാർത്ത അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജ് ലൈബ്രറിയിൽ കൂറ്റൻ മൂർഖൻ പാമ്പ്. കോളേജിലെ ലൈബ്രറിയിലെ മര അലമാരയിലെ പുസ്തകങ്ങൾക്കിടയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. പുസ്തകം എടുക്കാൻ വന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പുസ്തകങ്ങൾക്കിടയിൽ അനക്കം കണ്ടാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചത്. മൂർഖനെ കണ്ടതോടെ സർപ്പ വോളണ്ടിയറെ വിളിച്ചു വരുത്തുകയായിരുന്നു. സർപ്പ വോളണ്ടിയർ അനൂപെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ജോർജ് കുര്യന് രാജ്യസഭാ സീറ്റില്ല. കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടമായേക്കും. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് നിരാശ. രാജ്യസഭാ സീറ്റ് ജോർജ് കുര്യന് ലഭിച്ചില്ല. മധ്യപ്രദേശിൽ നിന്നുള്ള കുര്യന് സീറ്റ് ലഭിച്ചേക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. എന്നാൽ BJP ഇന്ന് വൈകിട്ട് പ്രഖ്യാപിച്ച ലിസ്റ്റിൽ കുര്യന്റെ പേരില്ല. നിലവിലെ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയായി തുടരുന്നതിന് പാർലമെന്റ് അംഗത്വം അനിവാര്യമായിരിക്കെയാണ് കുര്യനെ മധ്യപ്രദേശിൽ നിന്നും വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതില്ലെന്ന് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയിൽ കുര്യന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിന് ഈ മാസം 16 വരെ സർക്കാരിന് സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളുടെ കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായുള്ള ചർച്ച നാളെ നടക്കും. സംസ്ഥാനം അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. കേരളം അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കുന്നതാണ് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം. 5.07 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്നാണ് ധവളപത്രം വ്യക്തമാക്കുന്നത്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവാക്കുന്നു. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പ ബാധ്യതയുണ്ടെന്നും ധവളപത്രം വ്യക്തമാക്കി. 35,000 കോടിയുടെ പദ്ധതികൾക്കും പണം കണ്ടെത്തണം. ധവളപത്രത്തെ ചൊല്ലി സഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോര്. സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ കടുത്ത വാക്പോര് അരങ്ങേറി. ധവളപത്രം തയ്യാറാക്കിയത് ധനംവകുപ്പല്ലെന്നും
ഇതൊരു രാഷ്ട്രീയ രേഖ മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ ആരോപിച്ചു. മുൻ ധവളപത്രങ്ങൾ രാഷ്ട്രീയപരമായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദം വിചിത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പിണറായി വിജയന്റേത് വെറും രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ മറുപടി നൽകി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമായിട്ടും പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും നീക്കാതെ CPM നേതാവ്. പയ്യോളി ഏരിയ സെക്രട്ടറി MP ഷിബുവിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസ് കേസിന് പിറകെ CPM നേതാക്കൾ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും MP ഷിബു പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽകിഫൽ 2 വർഷം മുമ്പാണ് പരാതി നൽകിയത്. പരാതി സൈബർ സെല്ലിന് കൈമാറിയെങ്കിലും തുടർ നടപടിയെടുത്തില്ല. വീണ്ടും ദുൽകിഫൽ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇക്കാര്യം SIT അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഇടുക്കിയിൽ 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടമാണ് നിലം പൊത്തിയത്. സംഭവത്തിൽ ആളപായമൊന്നുമില്ല. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. പാമ്പനാർ സ്വദേശി ആക്നൽ എന്ന ആളുടെ കെട്ടിടമാണിത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം.